ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം മഴയൊക്കെ മാറി ഇന്നൊരു നല്ലൊരു വെയിലും. അപ്പോൾ റംബൂട്ടാനൊക്കെ നന്നായിട്ട് പഴുത്തു കേട്ടോ. മഴ മാറിയപ്പം വെള്ളവും ഏകദേശം കുറഞ്ഞു കേട്ടോ. മഹതിക്കുട്ടി ആ പാത്രമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൊണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് മഹതിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടുക്കള കയറിയിട്ടുണ്ട് ഗേസ്. ഇപ്പോൾ ഒത്തിരി മഴയൊക്കെ ഇപ്പം ഒരുപാട് പൊഴിഞ്ഞു പോയി കേട്ടോ. ഇപ്പം നല്ലതായിട്ട് പഴുത്തു. ഇവിടെ എല്ലാം പൊഴിഞ്ഞു കിടക്കുക. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു. ഇത് മുള്ളാത്തയാ. ഇതിൻ്റെ കായൊക്കെ ഏകദേശം കായ്ച്ചതായിരുന്നു, പക്ഷെ മഴ കാരണം എല്ലാം പോയി. സ്റ്റാർ ഫ്രൂട്ട് ആണെങ്കിലും ഞങ്ങൾ കുറേ പറിച്ചു മഴ കാരണം, പക്ഷേ ഇപ്പം എല്ലാം ഏകദേശം 2-3 കായൊക്കെ ഉള്ളൂ. സ്റ്റാർ ഫ്രൂട്ട് തോടൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നും വെയിൽ വന്നപ്പം ഏകദേശം താന്നു കേട്ടോ. അവിടെ ഒരു റംബൂട്ടാൻ ഉണ്ട്. മഴ പെയ്തപ്പം കാറ്റത്ത് വീണതാണ്. കുറേ പൂത്തായിരുന്നു, പക്ഷേ മഴ കാരണം ഒത്തിരി പൂവ് ഇപ്പം ഏകദേശം 2-3 കായൊക്കെ ഉണ്ട് കേട്ടോ. ഈ മുകളിൽ കായൊക്കെ കായ്ച്ചു വരുന്നുണ്ട് നന്നായിട്ട്. പപ്പായ ഇതിൽ ഏകദേശം കായ്ച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല റംബൂട്ടാനാണ്, നല്ല മധുരമാണ്. ഈ പ്രാവശ്യം ആദ്യമുണ്ടായ ചക്കയാണ് കേട്ടോ. മാറിയപ്പോൾ എൻ്റെ ബോൾസും എടുത്തു കേട്ടോ. കുറേ ചെടിയൊക്കെ ഇവിടെ നട്ടായിരുന്നു, പക്ഷേ എല്ലാം മഴ കാരണം പോയി. ഇവിടെ ഞാൻ കുറേ എണ്ണം പാകിയായിരുന്നു, പക്ഷേ മഴ കാരണം ഫുള്ളും പോയി. എന്നാലും കുറച്ച് കിളുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ അമരപ്പയർ കിളുത്ത് കയറിയൊക്കെ ഫുള്ളും. മഴ പെയ്തപ്പോൾ എൻ്റെ ബഡ് ഞാവൽ ഫുള്ളും പഴുത്തു കേട്ടോ. കപ്പളങ്ങ പറഞ്ഞാൽ പഴുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കണ്ടേ. അത് അപ്പുറത്തുണ്ടോ മമ്മി പറിക്കുക. ഇവിടെ നിറച്ച് ഞാൻ ബീൻസ് നട്ടായിരുന്നു, പക്ഷേ മേതക്കുട്ടി ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾ പകുതിയും പറിച്ചു കളഞ്ഞു കേട്ടോ. പക്ഷെ 2-3 ഉണ്ട് കേട്ടോ. പിന്നെ മഴ കാരണം കുറേ പോയി. എനിക്ക് പുറത്ത് പോയപ്പോൾ കുഞ്ഞാവ് എണീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഉറക്കിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസമായി മഹതിക്കുട്ടിക്കും നല്ല പനിയായിരുന്നു, എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഏകദേശം ഞങ്ങളെല്ലാവരും ഓക്കെ ആയത്. മേതക്കുട്ടി ഇപ്പോഴും ഉറക്കുക, ഭയങ്കര ക്ഷീണമായി പനി വന്ന്. പിന്നെ അപ്പം മമ്മിക്ക് ആവശ്യമാക്കി എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഗ്യാപ്പ് കെട്ടിയപ്പോൾ മഹതിക്കുട്ടി പുറത്തോട്ട് ചാടുക കേട്ടോ. മഹതിക്കുട്ടി കുറേ ദിവസമായി സൈക്കിളിലൊക്കെ ഇറക്കിയിട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ സന്തോഷത്തിൽ ഇറങ്ങിയേക്കുക കേട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവൾ അതിൻ്റെ ഉള്ള ഹാപ്പിയായിട്ട് ഇറങ്ങാം. ഇപ്പോൾ സ്കൂൾ വർക്കാറായില്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇറക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 5:30 കാണും ഇപ്പം. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ആകാശം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.